സോ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ, എൻവിറോൺമെൻറ്റ് ആൻഡ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിനെ പറ്റി പറയും. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് തേർഡ് ദ എക്കോണമിക് സസ്റ്റൈനബിലിറ്റി. സോ സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ ആൻഡ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ കോൺസെപ്റ്റ്സ് ആണ്, അതായത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് ആണ്. ലാസ്റ്റ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ്സ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, the concept of sustainability is based on the basis that people and the communities are made up of social, economic and environmental system that are in constant interaction and must be kept in harmony. സോ ഈ സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്ത് വെച്ചാൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് സോഷ്യൽ, എക്കോണമിക് ആൻഡ് എൻവിറോൺമെൻറ്റൽ സിസ്റ്റം. ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടിയിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൻഡ് ദിസ് കമ്മ്യൂണിറ്റീസ് ആർ ഇൻട്രാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ നിന്ന് എക്കോണമിക്കിലേക്കും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ സോഷ്യൽ, എക്കോണമിക് ആൻഡ് എൻവിറോൺമെൻറ്റൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ആൻഡ് അതിൽ തമ്മിലൊരു ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സർക്കിൾസ് വെച്ചിട്ട് നമ്മൾ ബോർഡിൽ കണ്ടിട്ടുണ്ടായില്ല, വരച്ചിട്ടുണ്ടായിരുന്നു. സോ അത് 3 സർക്കിൾസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ഹാർമണി. ഈ ഇൻട്രാക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അനുഗ്രഹ്, ക്ലിയർ ആണോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതി. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് ആണ്. So there are 6 principles of sustainability that help a community to ensure that its social, economic and environmental system are well integrated and will ensure a community or a society that want to pursue the sustainability will try to. So first point എന്ന് വെച്ചാൽ maintain residence of quality of life ആണ്. 6 principles of sustainability ഉണ്ട്. അതിലത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ റെസിഡൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. സോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഹാസ് മെനി കോമ്പോണൻറ്റ്. ലൈക്ക് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിന് കുറേ കോമ്പോണൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻകം ഒരു കോമ്പോണൻ്റാണ്. നമ്മുടെ ജീവിത ശൈലിയിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് കോമ്പോണൻറ്റ്സ് ആണ്. അത് ഇൻകം ഒരു കോമ്പോണൻ്റ് ആണ്. അതുപോലെ എഡ്യൂക്കേഷൻ ഒരു കോമ്പോണൻ്റ് ആണ്. ഹെൽത്ത് കെയർ ഒരു കോമ്പോണൻ്റ് ആണ്. ഹൗസിംഗ്, എംപ്ലോയ്മെൻറ്റ്, ലീഗൽ റൈറ്റ്സ്, ഇതൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫിലെ ഒരു കോമ്പോണൻറ്റ്സ് ആണ്. സോ ഈച്ച് ലൊക്കാലിറ്റി must define and plan for the quality of life it want and believe it can achieve for now and for future generation. So ഓരോ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റണം. ഈ ഒരു തലമുറക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം, ഒരു ഫ്യൂച്ചർ ജനറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റണം. സോ ഫസ്റ്റ് പോയിന്റ് അതാണ്, മെയിൻറ്റെയിൻ റെസിഡൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ സെവറൽ കോമ്പോണൻറ്റ്സ് ഉണ്ട്. അതായത് ഇൻകം ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലത്തെ ഹെൽത്ത് കെയർ ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്, എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ലീഗൽ റൈറ്റ്സ്, അങ്ങനത്തെ കുറേ കോമ്പോണൻറ്റ്സ് ഉണ്ട്. സോ ഓരോ ലൊക്കാലിറ്റിയും ഒരു പ്ലാൻ ഫോർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിഫൈൻ ചെയ്യണം. ഓരോ ലൊക്കാലിറ്റിയും ഈ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒരു പ്ലാൻ ഡിഫൈൻ ചെയ്യണം. എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം അതിനനുസരിച്ച് ഡിഫൈൻ ചെയ്യണം. ആൻഡ് അവർക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റി ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റി. സോ എ വയബിൾ ലോക്കൽ എക്കോണമി ഈസ് എസെൻഷ്യൽ ടു സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിക്ക് ഒരു വയബിൾ ആയിട്ടുള്ള ലോക്കൽ എക്കോണമി എന്ന് പറഞ്ഞത് എസെൻഷ്യൽ പാർട്ടാണ്. ആൻഡ് ദിസ് ഇൻക്ലൂഡ് ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, sufficient tax base and revenue to support government and provision of infrastructure and services and suitable business climate. So ഈ ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈ 6 പോയിന്റ്സ്. അടുത്തത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്.
സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റി. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, പിന്നെ സഫീഷ്യൻറ്റ് ടാക്സ് ബേസ് വേണം, പിന്നെ റവന്യൂ, ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് റവന്യൂ സിസ്റ്റം വേണം, അതേപോലെ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതാണ് ഈ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി. തേർഡ് പോയിന്റ്, പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി. So a sustainable community resources and opportunities are available to everyone. ഈ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി റിസോഴ്സസ്, നമ്മൾ ഈ പറഞ്ഞ റിസോഴ്സസും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. അവരുടെ ഏജോ ജെൻഡറോ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ റിലീജിയനോ ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടല്ല, ഈ പറഞ്ഞ ഏത് ജെൻഡറിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാവട്ടെ, ഏത് റിലീജിയനിലുള്ള ആളാവട്ടെ, എന്ത് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ആളാവട്ടെ, എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഈ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതാണ് പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് എൻവിറോൺമെൻറ്റ്. സോ എ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ട്രൈസ് ടു ഫൈൻഡ് എ വേ ടു കോഎക്സിസ്റ്റ് വിത്ത് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോസിസ്റ്റം. സോ ഇത് നാച്ചുറൽ എൻവയറമെൻറ്റിൽ കോഎക്സിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിലെ ഫോർത്ത് പോയിന്റ് ആണ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് എൻവയറമെൻറ്റ്. ഏത് എൻവയറമെൻറ്റിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ എൻവയറമെൻറ്റായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ആൻഡ് ഇറ്റ് അവോയ്ഡ് അൺനെസസറി ഡീഗ്രഡേഷൻ ഓഫ് എയർ, ഓഷ്യൻസ്, ഫ്രഷ് വാട്ടർ ആൻഡ് അതർ നാച്ചുറൽ സിസ്റ്റം. നമ്മൾ ഏത് നേച്ചറിലാണോ നിൽക്കുന്നത് ആ നേച്ചറിൻ്റെ അടുത്തുള്ള എയറും ഓഷ്യൻസും ഫ്രഷ് വാട്ടറും ആൻഡ് അതർ നാച്ചുറൽ സിസ്റ്റംസ് ഒക്കെ അൺനെസസറി ഡീഗ്രഡേഷനൊക്കെ ഒഴിവാക്കും. ഇത് ഈ 5 പോയിന്റ്സ് അല്ലെങ്കിൽ ഈ 6 പോയിന്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് ഇനി ഇപ്പം 4 പോയിന്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ്, incorporate disaster resilience and mitigation into its decision and action. The community is resilient in the face of inevitable natural disaster like tornadoes, hurricane, earthquake, flood and drought if it takes steps to ensure that such event can cause a little damage as possible. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഹുറിക്കെയിൻ, എർത്ത് അല്ലെങ്കിൽ ഫ്ലഡ്, ഈ ഡ്രോട്ട്, ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നെസസറി സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിറ്റിൽ ഡാമേജ് ആസ് പോസിബിൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡാമേജ് കുറക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് ഇന്നെവിറ്റബിൾ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് പ്രോപ്പർ സ്റ്റെപ്പ് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഡാമേജ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോ by incorporating disaster resilience and mitigation into its decision and action, we can maintain social sustainability. അതാണ് 5th പോയിന്റ്. ആൻഡ് 6th പോയിന്റ്, യൂസ് എ കൺസെൻസ് ബിൽഡിംഗ് പാർട്ടിസിപ്പേറ്ററി പ്രോസസ് വൈ മേക്കിംഗ് ഡിസിഷൻ. സോ ഈ കൺസെൻസ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻ്റ് ആണ്. സോ പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ആർ വൈറ്റൽ ടു community sustainability. It encourages the identification of concerns and issues and promote wide generation of ideas for dealing with those concerns and help those involved find a way to reach agreement about the solution. So നമ്മൾ എഗ്രിമെൻറ്റ്സും പിന്നെ പാർട്ടിസിപ്പേറ്ററി പ്രോസസ് എന്തെങ്കിലും ഒരു ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെല്ലാം അങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്താൽ നമുക്ക് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ 6 പോയിന്റ്സാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റീൻ്റെ കോൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ റെസിഡൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, എംപ്ലോയ്മെൻറ്റ്, ലീഗൽ റൈറ്റ്സ് ഒക്കെ ഈ പറഞ്ഞ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റെസിഡൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിൽ ഒരു പോയിന്റ് നമുക്ക് അച്ചീവ് ചെയ്തെന്ന് പറയാം. നെക്സ്റ്റ്, എൻഹാൻസ് ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റി ആണ്. അതിൽ പറയുന്നതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസും സഫീഷ്യൻറ്റ് ടാക്സ് ബേസും നമുക്ക് റവന്യൂ ടു സപ്പോർട്ട് ഗവൺമെൻറ് ഒക്കെ പോസിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം വി ഹാവ് എൻഹാൻസ്ഡ് ലോക്കൽ എക്കോണമിക് വൈറ്റാലിറ്റി ഉണ്ടെന്ന് പറയാം. തേർഡ് പോയിന്റ് ആണ് പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും എല്ലാവർക്കും അവൈലബിൾ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഏജ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ്.
ഈ പറഞ്ഞ ഏത് ജെൻഡർ ബേസ് ആയാലും ഏജ് ബേസ് ആയാലും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ബേസ് ആയാലും ഏത് ആൾക്കാർക്കും ഈ പറഞ്ഞ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആണെന്നുള്ളതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ദ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദ എൻവിറോൺമെൻറ്റ്. സോ ഏത് എൻവയറമെൻറ്റിലാണോ നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്, സോ ആ എൻവയറമെൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഡിഗ്രേഡ് ചെയ്യാണ്ട്, അതായത് ഇപ്പം ഫ്രഷ് വാട്ടർ ബോഡീസ് ഉണ്ടാവാം, എയർ ഉണ്ടാവാം, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാവാം, അതിനൊന്നും ഡിഗ്രേഡ് ചെയ്യാണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിക്കഴിഞ്ഞാൽ വി ക്യാൻ അച്ചീവ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോപ്പറേറ്റ് ഡിസാസ്റ്റർ റിസൈലൻസ് ആൻഡ് മിറ്റിഗേഷൻ ഇൻടു ഇറ്റ്സ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ. സോ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നെവിറ്റബിൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ക്വേക്ക് ഒക്കെ ഇന്നെവിറ്റബിൾ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, ഒഴിവാക്കാൻ പറ്റാത്ത ഡിസാസ്റ്ററാണ്. സോ ആ ഡിസാസ്റ്ററിനൊക്കെ എതിരെ നമ്മൾ പ്രോപ്പറായ സ്റ്റെപ്സ് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസാസ്റ്ററിൽ നിന്ന് ഉണ്ടാവുന്ന ഡാമേജസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡാമേജസിൻ്റെ പോസിബിലിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോ അതാണ്, അങ്ങനെ നമുക്ക് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാം. ആൻഡ് സിക്സ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ എഗ്രിമെൻറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഹെൽപ്പ് ദോസ് ഇൻവോൾവ് ഫൈൻഡ് എ വേ ടു റീച്ച് എഗ്രിമെൻറ്റ് അബൌട്ട് ദ സൊല്യൂഷൻസ്. സോ ഇത്രയും മനസ്സിലായോ? മനസ്സിലായിനോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഗേൾസ്, ഫാത്തിമ, സന, സഫ, നദ, നീഹ. എന്താ കുറേ ആബ്സെൻറ്റീസും? അനശ്വർ അല്ലേ ഇവിടെ? അനശ്വർ ഉണ്ട്. ഓക്കെ, അറ്റൻഡൻസ് എടുക്കാൻ നോക്കാം. നെക്സ്റ്റ് എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ് നെക്സ്റ്റ് ടോപ്പിക്. സോ എൻവയറമെൻറ്റ്, ഇപ്പം നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടുന്ന പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടുന്ന പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി റിക്വയർസ്, ഫസ്റ്റ് പോയിന്റ്, മെയിൻ്റെനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് മെയിൻ്റെനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ അതിലെ ജീൻസ്, സ്പീഷീസ് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഒക്കെ മെയിൻ്റെനൻസ് ആവശ്യമാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ. ഈ നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എയർ, അതിലെ വാട്ടർ, ഈ നേച്ചറിലുള്ള സോയിൽസ് എക്സെട്ര ആണ്. സോ എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് നമ്മൾ നേച്ചറിലെ ക്യാപിറ്റൽസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം, പിന്നെ അതിലുള്ള ബയോഡൈവേഴ്സിറ്റിൻ്റെ മെയിൻ്റെനൻസ് വേണം. ആൻഡ് തേർഡ് വൺ, മെയിൻ്റെനൻസ് ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ സൈക്കിൾസ് ഓഫ് ദ പ്ലാനറ്റ്. മെയിൻ്റെനൻസ് ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ സൈക്കിൾസ് ഓഫ് ദ പ്ലാനറ്റ്. എനർജി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ റീസൈക്ലിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് റീസൈലൻസ് ഓഫ് ഓൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് റീസൈലൻസ് ഓഫ് ഓൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് ആണ് ലാസ്റ്റ് ഫോർത്ത് പോയിന്റ്. ഇനി ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണിത്. അതായത് നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ 4 പോയിന്റ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ reducing the dependence on finite virgin resources like fossil fuel, minerals and metals. അതായത് ഫൈനൈറ്റ് റിസോഴ്സസ് ലൈക്ക് ഫോസിൽ ഫ്യൂലും മിനറൽസും ആൻഡ് മെറ്റൽസിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിൽ ഈ 4 പോയിന്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് തേർഡ് പോയിന്റ്, മെയിൻ്റെനൻസ് ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ സൈക്കിൾ ഓഫ് ദ പ്ലാനറ്റിലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്താ വേണ്ടേ, നമ്മൾ റെഡ്യൂസ് ചെയ്യണം ഈ എനർജി സോഴ്സസ് ലൈക്ക് ഫോസിൽ ഫ്യൂൽ, മിനറൽസ് ആൻഡ് മെറ്റൽസ്, അതിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് പോയിന്റ് ബൈ വിച്ച് വി ക്യാൻ അച്ചീവ് ദിസ് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഇസ് ദാറ്റ് nature must not be subjected to increased concentration of substance produced by the society. Nature എന്ന് പറയുന്നത് it should not be subjected to increased concentration of substance produced by the society, and this requires the consideration be given to the biodegradability of the substance and length of the time it takes to the earth to reabsorb them. So ഈ സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നേച്ചറിൽ ഇൻക്രീസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്.
And this requires that consideration be given to biodegradability of the substance. നമുക്ക് ഡീഗ്രേഡബിൾ ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാക്സിമം. അതായത് ബയോഡീഗ്രേഡബിൾ ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആയിരിക്കണം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റില്ല. എർത്തിന് റീഅബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നേച്ചർ മസ്റ്റ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൊസൈറ്റി. നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നേച്ചറിൽ വളരെ കുറവായിരിക്കണം എന്നാണ് സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദിസ് റിക്വയർസ് ദാറ്റ് കൺസിഡറേഷൻ ബി ഗിവൺ ടു ദ ബയോഡീഗ്രേഡബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സൊസൈറ്റി ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് മാക്സിമം ബയോഡീഗ്രേഡബിൾ ആയിരിക്കണം. അങ്ങനെ ബയോഡീഗ്രേഡബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസിൻ്റെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ അക്യുമുലേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ബേസിസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ നേച്ചർ മസ്റ്റ് നോട്ട് ബി സിസ്റ്റമാറ്റിക്കലി ഡിഗ്രേഡഡ്. ഫിസിക്കൽ ബേസിസ് ഓഫ് പ്രൊട്ടക്ടിവിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ നേച്ചർ മസ്റ്റ് നോട്ട് ബി സിസ്റ്റമാറ്റിക്കലി ഡിഗ്രേഡഡ്. അതായത് ഒരു ഫിസിക്കൽ ബേസിസ് എൻവിറോൺമെൻറ്റിലാണ് ഉണ്ടാകുന്ന പ്രൊട്ടക്ടിവിറ്റിയും അതിൻ്റെ ബയോഡൈവേഴ്സിറ്റിയും നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദിസ് റിക്വയർ ദാറ്റ് വി പ്രൊട്ടക്ട് ദ ഡൈവേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഹാബിറ്റാറ്റ്. നമ്മളെ എൻവയറമെൻറ്റിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്റാറ്റും അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റിൻറ്റ് സ്പീഷീസിനൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. എക്സ്റ്റിൻറ്റ് ആയി പോകുന്ന സ്പീഷീസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി എഫിഷ്യൻറ്റ് യൂസ് ആൻഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ടു എനാബിൾ ഹ്യൂമൻസ് ടു മീറ്റ് ദെയർ നീഡ് ആൻഡ് ദിസ് റിക്വയർ എ റിഡക്ഷൻ ഇൻ കൺസ്യൂമറിസം എസ്പെഷ്യലി എമംഗ് വെൽത്തി നേഷൻസ്. സോ നമ്മൾ ഈ ഫോർത്ത് പോയിന്റ് പറയുന്നത് നമ്മൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ടും ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ എല്ലാവർക്കും ഒരു ഹ്യൂമൻ ബീങ്സിന് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടേണ്ട സാധനമാണ്. അത് ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എനർജി ആയാലും ദർ ഷുഡ് ബി അല്ലെങ്കിൽ റിസോഴ്സസ് ആയാലും ഇറ്റ് ഷുഡ് ബി എഫിഷ്യൻറ്റ് യൂസിന് ഉണ്ടാവണം. ഒരു ഹ്യൂമൻ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദർ മസ്റ്റ് ബി എഫിഷ്യൻറ്റ് യൂസ് ആൻഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് വിച്ച് എനാബിൾസ് ദ ഹ്യൂമൻ ടു മീറ്റ് ദ ബേസിക് നീഡ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് നീഡ്സിന് മീറ്റ് ചെയ്യാൻ പറ്റത്തക്ക ഉള്ള ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം റിസോഴ്സസ്. ആൻഡ് ദിസ് റിക്വയർ എ റിഡക്ഷൻ ഇൻ കൺസ്യൂമറിസം എസ്പെഷ്യലി എമംഗ് വെൽത്തി നേഷൻ. സോ അവിടെ വെൽത്തി പുവർ നേഷൻ അല്ലെങ്കിൽ വെൽത്തി നേഷൻ അല്ലെങ്കിൽ പുവർ കൺട്രി അല്ലെങ്കിൽ വെൽത്തി കൺട്രി അങ്ങനെയുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവർക്കും അവരെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം റിസോഴ്സസ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഈ സ്ലൈഡ് ക്ലിയർ ആയിനോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. കൈലാസ്, എല്ലാവരും ഓണാക്കി വെച്ചിട്ട് പോവുകയാണോ? കൈലാസ് പ്രസന്റ് ആണോ? ഓക്കെ, ഈ സ്ലൈഡ് ക്ലിയർ ആണോ? യെസ് ഓർ നോ പറ, മെസ്സേജ് ചെയ്താലും ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി ആണ്. ലാസ്റ്റ് ആണ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി ആണ്. The economic sustainability ensures that the industry or business is making profit without creating much damage to the environment and ecology. ഈ എക്കോണമിക് സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലാഭം എങ്ങനെയാണ്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിത്തൗട്ട് ക്രിയേറ്റിംഗ് മച്ച് ഡാമേജ് ടു ദ എൻവയറമെൻറ്റ് ആൻഡ് എക്കോളജി. നമ്മൾ ഏത് ബിസിനസ് അല്ലെങ്കിൽ എന്ത് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നതാണെങ്കിലും ആ ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിന്നും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ഡാമേജ് ദ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്കോളജി. അതാണ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി ഉദ്ദേശിക്കുന്നത്. ആൻഡ് എക്കോണമിക് ഗ്രോത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP. ഈ എക്കോണമിക്കിൻ്റെ ഗ്രോത്ത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് GDP ആണ്. ആൻഡ് ദിസ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP. ആൻഡ് ഈ GDP എന്ന് പറയുന്നത്
ഇറ്റ്സ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ നേഷൻ വിത്തിൻ 1 ഇയർ. നമ്മൾ GDP പറയുന്നത് ഇൻ ടേംസ് ഓഫ് 1 ഇയർ ആണ്. ഈ 1 ഇയറിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ, ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഇൻ 1 ഇയർ ആണ് GDP എന്ന് പറയുന്നത്. ആൻഡ് എക്കോണമിക് ഗ്രോത്ത് ഹാസ് ടു ബി സസ്റ്റൈനബിൾ ഇഫ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മൾ എക്കോണമിക് ഗ്രോത്ത് സസ്റ്റൈനബിൾ ആണെന്ന് പറയണമെങ്കിൽ ആ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഹ്യൂമൻ ലൈഫ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ വി സേ ദാറ്റ് എക്കോണമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആണ്. ആൻഡ് ദസ് പോപ്പുലേഷൻ ഫാക്ടർ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ടു എൻഷുർ ഫെയർ റിസോഴ്സസ് കൺസെപ്ഷൻ. സോ നമ്മൾ പോപ്പുലേഷൻ ഫാക്ടറും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം ടു എൻഷുർ ഫെയർ റിസോഴ്സ് കൺസെപ്ഷൻ. നമുക്ക് ഫെയർ റിസോഴ്സ് കൺസെപ്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അതായത് എല്ലാ പോപ്പുലേഷനിലും നമുക്ക് ഈ പറഞ്ഞ റിസോഴ്സ് കൺസെപ്ഷൻ ഈക്വൽ ആയിരിക്കണം എന്ന് പറയണം. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഫാക്ടറോടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ റിസോഴ്സ് കൺസെപ്ഷൻ, ഫെയർ റിസോഴ്സ് കൺസെപ്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഒരു ചെറിയൊരു പോപ്പുലേഷനല്ല, എൻറ്റയർ പോപ്പുലേഷൻ ഫാക്ടർ. അതായത് നമ്മൾ ഒരു കൺട്രിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ കൺട്രിയിലെ പോപ്പുലേഷൻസ് ഫാക്ടർ കൺസിഡർ ചെയ്യും. ആ പോപ്പുലേഷനിൽ എല്ലാ പോപ്പുലേഷനിലും, അതായത് ആ ടോട്ടൽ പോപ്പുലേഷനിൽ ഫെയർ റിസോഴ്സ് കൺസെപ്ഷൻ നടക്കുന്നുണ്ടോ നോക്കും. സോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. സോ ഈ എക്കോണമിക് സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയറമെൻറ്റിനെ ഡാമേജ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് GDP ആണ്. ഈ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ നേഷൻ വിത്തിൻ 1 ഇയർ. ഒരു കൺട്രിയിൽ ഒരു ഇയറിൽ എത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്ഷനാണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാക്കുന്നുള്ളതാണ് എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്. ഇനി എക്കോണമിക് ഗ്രോത്ത് നമുക്ക് സസ്റ്റൈനബിൾ ആണോ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ വി സേ ദാറ്റ് എക്കോണമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആണ്. വി സേ ദാറ്റ് economic growth is sustainable, and this population factor must be included to ensure fair resources consumption. അപ്പം പോപ്പുലേഷൻ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് റിസോഴ്സ് കൺസെപ്ഷൻ, അതായത് റിസോഴ്സിൻ്റെ കൺസ്യൂം ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സ് റിസോഴ്സ് യൂസ് ചെയ്യുന്നത് ഫെയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, റിസോഴ്സസ് ഫെയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെങ്കിൽ ഫെയർലി കൺസ്യൂംഡ് ആണെന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഫാക്ടറാണ്, ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഫാക്ടർ. സോ ഈ പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരും മെസ്സേജ് ചെയ്തേ. ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞ 3 പോയിന്റ്സ് ആണ്. അതായത് സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ ആൻഡ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് ആണ്. അതിൽ നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് നോക്കി, എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് നോക്കി, ആൻഡ് തേർഡ് എക്കോണമിക് സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് നോക്കി. ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. The concept of sustainable development has received much recognition after the Stockholm Declaration in the 1972. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് ഈ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ ഇൻ 1972 ശേഷമാണ്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ ഡെവലപ്മെന്റ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസന്റ് without compromising the ability of future generation to meet their own needs. അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് വിച്ച് മീറ്റ്സ് ദ നീഡ് ഓഫ് പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഈ ഒരു ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്തത് ബ്രണ്ട്ലാറ്റ് എന്ന് പറഞ്ഞൊരു കമ്മീഷനാണ് 1987 ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 1987 ഒരു റിപ്പോർട്ട്, അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ ബ്രണ്ട്ലാറ്റ്സ് കമ്മീഷൻ ഇൻ 1987 ഈ ഒരു ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്തത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ. സോ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് അത് നമ്മൾ മീറ്റ് ചെയ്യണം.
എങ്ങനെ ഫ്യൂച്ചർ ജനറേഷൻ അത് എഫക്റ്റ് ചെയ്യാണ്ട്, ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സിനെ എഫക്റ്റ് ചെയ്യാണ്ട് പ്രസൻറ്റ് ജനറേഷൻ്റെ ആവശ്യം നമ്മൾ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഡെവലപ്മെൻ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് വിച്ച് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസൻറ്റ് without compromising the ability of future generations. സോ ഫ്യൂച്ചറിലേക്ക് നമ്മൾ റിസോഴ്സസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. പക്ഷേ എന്തായാലും നമ്മൾ ഇപ്പം നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസൊക്കെ കുറച്ച് നമ്മളെ ബേസിക് നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ് നമ്മൾ സേവ് ചെയ്യണം. ഇനി 3 pillars ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. അതായത് ഫസ്റ്റ് പില്ലർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ, സെക്കൻഡ് പില്ലർ ഇസ് എൻവിറോൺമെൻറ്റ് ആൻഡ് തേർഡ് പില്ലർ ഇസ് എക്കോണമി. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് 3 pillars ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ, സെക്കൻഡ് പില്ലർ ഇസ് എൻവയറൺമെൻറ്റ്, തേർഡ് പില്ലർ ഇസ് എക്കോണമി. സോ നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണയിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ വേണം. അതായത് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്, സൊസൈറ്റിയിലുള്ള ഹ്യൂമൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ഫേവർ എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ബേസിക് നീഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ഫേവർ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് സപ്പോർട്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്ക് ഫ്രഷ് വാട്ടർ, ഫുഡൊക്കെ കിട്ടണം. സോ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആൻഡ് നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇസ് ദ ഷെയറിംഗ് റിസോഴ്സസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഈ എല്ലാ റിസോഴ്സസും ഇറസ്പെക്റ്റീവ് ഓഫ് റിച്ച് ആൻഡ് പുവർ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. അതായത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അതായത് വാട്ടർ ആണെങ്കിൽ വാട്ടർ റിച്ച് ആൻഡ് പുവർ, ഇറസ്പെക്റ്റീവ് ഓഫ് റിച്ച് ആൻഡ് പുവർ, വാട്ടർ എന്ന് പറഞ്ഞ റിസോഴ്സ് അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ആക്ടിങ് വിത്തൗട്ട് കൺസേൺ, ആക്ടിങ് വിത്ത് കൺസേൺ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻ്റെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓരോ ആക്ഷൻ, നമ്മൾ ഓരോ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓരോ ആക്ഷൻ അല്ലെങ്കിൽ ഓരോ റിസോഴ്സിൻ്റെ യൂസ്. ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ക്രാഡിൽ ടു ഗ്രേറ്റ് ഇമ്പാക്റ്റ് വെൻ കൺസ്യൂമിങ്. നമ്മൾ എപ്പോഴും എന്ത് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുമ്പോൾ അത് ഗ്രേവ് ചെയ്യാനുള്ള, അതായത് അത് പിന്നെ യൂസ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ നമുക്കതിനകത്ത് സംഭവം ഉണ്ടാക്കാനുള്ള ഒരു ഗ്രേവ് വേണം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം വേണം. ആൻഡ് സിക്സ്ത് വൺ ഈസ് ദ മിനിമൈസിങ് റിസോഴ്സ് യൂസ് ലൈക്ക് വാട്ടർ ആൻഡ് പൊല്യൂഷൻ, വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. മിനിമൈസിങ് റിസോഴ്സസ് യൂസ് മിനിമൈസ് ചെയ്യുക, പിന്നെ വേസ്റ്റും പൊല്യൂഷനും അതേപോലെ തന്നെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. സോ ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണ്ടുന്ന ആവശ്യമുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് എ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്, സെക്കൻഡ് വൺ ഈസ് ദ ഫേവറിങ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, തേർഡ് വൺ ഈസ് ഷെയറിങ് റിസോഴ്സസ് between rich and poor, fourth one is acting with concern of future generation, and fifth one is looking at the cradle to grave impact when consuming, and sixth one is the minimizing resource use, waste and pollution. ഈ സ്ലൈഡ് ക്ലിയർ ആണോ? ഓക്കെ, അനുഗ്രഹം. ഓക്കെ, എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത് വാട്ട് ഈസ് ടു ബി സസ്റ്റെയിൻ ആൻഡ് വാട്ട് ഈസ് ടു ബി ഡെവലപ്ഡ്. ഏതാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത്, ഇനി ഏതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത് നേച്ചറിലുള്ള എർത്ത്, ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഒക്കെയാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ സസ്റ്റെയിൻ ചെയ്യേണ്ടത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ലൈക്ക് റിസോഴ്സസ് ആൻഡ് എൻവിറോൺമെൻറ്റ് ആണ്. ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൾച്ചേഴ്സ് ആൻഡ് പ്ലേസസ്. നേച്ചറിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എർത്ത്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ആണ്, ഇക്വിറ്റി. ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് റിസോഴ്സസ് ആൻഡ് എൻവയറൺമെൻറ്റ് ആണ്. ആൻഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടത് കൾച്ചേഴ്സ് ആൻഡ് പ്ലേസസ് ആണ്.
എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്, പീപ്പിളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ചൈൽഡ് സർവൈവൽ, ലൈഫ് എക്സ്പെക്റ്റൻസി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് എക്കോണമിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വെൽത്ത്, പ്രൊട്ടക്ഷൻ ആൻഡ് കൺസംഷനാണ്. ആൻഡ് സൊസൈറ്റിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ക്യാപിറ്റൽ, സ്റ്റേറ്റ്സ് ആൻഡ് റീജിയൻ ആണ്. നമ്മൾ നിലനിർത്തേണ്ടതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നേച്ചറിലും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലും കമ്മ്യൂണിറ്റിയിലും നമ്മൾ നിലനിർത്തേണ്ടതാണ്, സസ്റ്റെയിൻ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ പോയിന്റ്സ്. നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ പീപ്പിൾ, എക്കോണമി, സൊസൈറ്റിയിൽ പറഞ്ഞിട്ടുള്ള പീപ്പിളിൽ ചൈൽഡ് സർവൈവൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതേപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഡെവലപ്പ് ചെയ്യണം, ഈക്വൽ എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. ആ കാര്യത്തിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് വേണം. അതേപോലെ തന്നെ എക്കോണമിയിൽ വെൽത്ത്, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ഡെവലപ്മെൻറ്റ് വേണം. സൊസൈറ്റിയിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ക്യാപിറ്റൽ, സ്റ്റേറ്റ് ആൻഡ് റീജിയനിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം. സോ ഇത്രയാണ് വാട്ട് ഈസ് ടു ബി സസ്റ്റെയിൻ ആൻഡ് വാട്ട് ഈസ് ടു ബി ഡെവലപ്ഡ്. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അനശ്വർ, അനശ്വർ ക്ലിയർ ആണോ? ഓക്കെ. ഇനി മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. സോ ദർ ആർ ഫോളോയിങ് മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ മെഷേഴ്സ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ ടെക്നോളജി. നമ്മൾ അപ്രോപ്രിയേറ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം, വിച്ച് ഇസ് ലോക്കലി അഡാപ്റ്റബിൾ. നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി അഡാപ്റ്റബിൾ ആയിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ആൻഡ് റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം, ആൻഡ് കൾച്ചറലി സ്യൂട്ടബിൾ ആയിരിക്കണം. Nature is often taken as a model, and using the natural condition for the region and its component, this concept is known as design with nature. So നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഫസ്റ്റ് മെഷർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ലോക്കലി അഡാപ്റ്റബിൾ ആയിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം, ആൻഡ് കൾച്ചറലി സ്യൂട്ടബിൾ ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് മെഷർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ അപ്രോച്ചാണ്. നമ്മൾ 3R അപ്രോച്ച് എന്നും പറയും. Reduce, reuse and recycle approach. So this 3R approach advocating minimization of resource use, using them again, recycling the material. നമ്മൾ സപ്പോൾ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനെ റെഡ്യൂസ് ചെയ്യുക, പിന്നെ റീയൂസ് ചെയ്യുക, പിന്നെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ദ പ്രഷർ ഓൺ റിസോഴ്സസ് ആസ് വെൽ ആസ് റെഡ്യൂസസ് വേസ്റ്റ് ജനറേഷൻ ആൻഡ് പൊല്യൂഷൻ. സോ ഈ 3R അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ റിസോഴ്സസിൻ്റെ മുകളിലുള്ള പ്രഷർ അല്ലെങ്കിൽ വാണ്ടിങ്സ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ വേസ്റ്റ് ജനറേഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതേപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും, അതേപോലെ തന്നെ പൊല്യൂഷൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വി ഹാവ് ടു അവോയ്ഡ്, പിന്നെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആൻഡ് ഡിസ്പോസലാണ്. സോ ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യണം, നമ്മൾ റീയൂസ് ചെയ്യണം, റീസൈക്കിൾ ചെയ്യണം. ഈ റെഡ്യൂസ് ചെയ്തതിനനുസരിച്ചിട്ട് ഇറ്റ് ലോവേഴ്സ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്. റീയൂസ് ചെയ്യുന്നതിനനുസരിച്ച് യൂസിങ് മെറ്റീരിയൽ റിപ്പീറ്റഡ്ലി ആണ്. നമ്മൾ മെറ്റീരിയൽസ് പിന്നെയും റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. റീസൈക്കിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ റീസൈക്ലിംഗ് മീൻസ് യൂസിങ് മെറ്റീരിയൽ ടു മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ബ്ലൂ കളർ ട്രയാങ്കിളിൽ കാണിച്ചിരിക്കുന്നത് മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ, അതായത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ലീസ്റ്റ് ഫേവേർഡ് ഓപ്ഷനാണ് ഡിസ്പോസൽ. ഈ പറഞ്ഞ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ദിസ് യെല്ലോ കളറിൽ 3R അപ്രോച്ച് ഉണ്ട്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ. ആൻഡ് ദിസ് റെഡ് കളറിൽ കാണിച്ചിരിക്കുകയാണ് ലീസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിങ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. നമ്മളെ ഹ്യൂമൻ ബീങ്സിലെ സൊസൈറ്റിയിൽ വി ഷുഡ് പ്രൊമോട്ട് എൻവയറമെൻറ്റൽ എഡ്യൂക്കേഷനും അവെയർനെസ്. നമ്മൾ ഈ പഠിക്കുന്നത് തന്നെ ഒരു എൻവയറമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. സോ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആസ് പെർ ക്യാരിങ് കപ്പാസിറ്റി. ക്യാരിങ് കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടത്തണം. എനി സിസ്റ്റം ക്യാൻ സസ്റ്റെയിൻ a limited number of organisms on a long-term basis, which is known as carrying capacity. So if the carrying capacity of the system is crossed, environmental degradation starts. So
ക്യാരിങ് കപ്പാസിറ്റീൻ്റെ ബേസ് ചെയ്തിട്ടാണ് എൻവിറോൺമെൻറ്റ് ഡിഗ്രേഷൻ്റെ പാർട്ടുള്ളത്. ക്യാരിങ് കപ്പാസിറ്റി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡീഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കോണമിക് ഡയമെൻഷൻ. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൽ സോഷ്യലിലും വരും, കൾച്ചറിലും വരും, ആൻഡ് എക്കോണമിക് ഡയമെൻഷനിലും നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. So development should not focus just on one section of already affluent people. Rather, it should include sharing of benefit between rich and poor. The tribal, ethnic people and their cultural heritage should be also conserved. So, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞ. ഫസ്റ്റ് ടെക്നോളജി, അപ്രോപ്രിയേറ്റ് ടെക്നോളജി യൂസ് ചെയ്യണം. പിന്നെ 3R അപ്രോച്ച്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആണ്. ആൻഡ് ലാസ്റ്റ് വന്ന് പ്രൊമോട്ടിങ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് കൊണ്ടുവരണം. എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആസ് പെർ ക്യാരിങ് കപ്പാസിറ്റി. ക്യാരിങ് കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ റിസോഴ്സസ് എല്ലാവരും കുറേ യൂസ് ചെയ്യുമ്പം അവിടെ ഓൾറെഡി മീൻസ് അവിടെ എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു നേഷൻ്റെ ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് സോഷ്യൽ, കൾച്ചറൽ, എക്കോണമിക് ഡയമെൻഷൻ. നമ്മൾ എല്ലാ രീതിയിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷൻസും ഒഴിവാക്കണം. റിച്ച് ആൻഡ് പുവർ ആയിരിക്കണം, അല്ലെങ്കിൽ റിച്ച് ആൻഡ് പുവറിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം. എല്ലാ പീപ്പിളിലും, അല്ലെങ്കിൽ ഏത് ട്രൈബലിലായിരിക്കും, ഏത് എത്നിക് പീപ്പിൾ ആയിരിക്കും, ഏത് കൾച്ചറൽ ഹെറിറ്റേജിലും എല്ലാം ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഓൾ ഷുഡ് ബി കൺസേർവ്ഡ് ആൻഡ് ഓൾ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. സോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. സോ ഇത് ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ.